ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. BJP ശ്രദ്ധിക്കുന്നത് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ത് പറയുന്നു എന്നാണ് BJP നോക്കുന്നത്. അതിനെപ്പറ്റി BJP പറയുന്നത് എന്താ? കോൺഗ്രസ് അവരുടെ വീക്ഷണത്തിൽ ഈ നിയമം കൊണ്ടുവരാതെ ആളുകളെ പറ്റിക്കുകയായിരുന്നു എന്നാണ്. അതാണ് നോക്കേണ്ടത്. കോൺഗ്രസ് അല്ലേ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചത്, എന്നിട്ട് ഈ നിയമം അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിനെ ഒരു നിലക്കും ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇങ്ങനെ ഒരു കരിനിയമം കൊണ്ടുവന്നിട്ടില്ലല്ലോ. അതുതന്നെ പോരെ അവർക്ക് ഏറ്റവും വലിയ ഒരു ട്രിബ്യൂട്ടായിട്ട് അവരഭിനന്ദിക്കാൻ. അതുപോലെ അവസരം കിട്ടിയിട്ടും അവർ ചെയ്തിട്ടില്ലല്ലോ. അത് BJP അവരുടെ പേരിൽ ആരോപണമായിട്ട് പറയുകയാണ്. എന്നിട്ടാണോ ഇപ്പോൾ പറയാവുന്ന രീതിയിലൊക്കെ അവർ വളരെ ശക്തമായി തന്നെ അദ്ദേഹം പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. VB വിനോദിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം. ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചാണ്. ജൂൺ 4-ാം തീയതി നമുക്കറിയും എന്തായിരിക്കും, ആരായിരിക്കും ഭാരതത്തിനെ ഭരിക്കാൻ പോകുന്നത്. ഇത് കുറച്ച് നീട്ടിപ്പോയി. കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ ഓർമ്മ പ്രകാരം May 18 തോന്നുന്നത് കൗണ്ടിങ്ങിൽ റിസൾട്ട് വന്നത്. ഈ തവണ അതും കൂടി കുറച്ച് ഒരു 2-3 ആഴ്ച നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തവണ എന്തായിരിക്കും പിന്നെ റിസൾട്ട് എത്ര നേരത്തെ പറയാനും ബുദ്ധിമുട്ടാണ്. മാർച്ച് നടുവിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു 2.5 മാസം കഴിഞ്ഞിട്ട് ഭാരതത്തിൻ്റെ ഭാവി, ഈ രാഷ്ട്രീയ ഭാവിയെ കുറിച്ചൊരു അവസാനത്തെ ഒരു പിടുത്തമുണ്ടാകും. കേരളത്തിലെ അടുത്ത 40 ദിവസം ഒരു നല്ലൊരു മത്സരമായിരിക്കും എൻ്റെ വിശ്വാസം. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നമുക്ക് 3 പാർട്ടികൾ നിൽക്കുന്നുണ്ട്. ത്രികോണ മത്സരമാണ്. അതിലൊക്കെ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല, ഞാൻ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള മത്സരമാണ്. എനിക്ക് ഇന്നത്തെ അനൗൺസ്മെൻ്റ് ഒരു ചോദ്യം എനിക്ക് എൻ്റെ അമ്മയോട് ചോദിക്കാനുള്ളത്. അമ്മയ്ക്ക് 88 വയസ്സായി. വോട്ട് ഫ്രം ഹോം ഒന്ന് ക്ഷമിക്കണോ അതോ ഇപ്പം നിങ്ങൾക്ക് കേട്ടില്ലേ 85 വയസ്സിനേക്കാൾ കൂടുതലായവർക്ക് വോട്ട് ഫ്രം ഹോം അവകാശപ്പെടുത്തുന്നു. അത് എങ്ങനെ നടക്കുമെന്ന് കണ്ടുപിടിക്കാൻ എൻ്റെ അമ്മ ഇതുവരെ മെനക്കെട്ടിട്ട് എപ്പോഴും വന്ന് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത അമ്മയാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് വോട്ട് ചെയ്യാനുള്ള സൗകര്യം അമ്മയ്ക്ക് ഉണ്ടാവുമെന്നും കൂടി അന്വേഷിക്കണം. അത് മാത്രമാണ് ഒരു പുതിയ കാര്യം. അല്ലെങ്കിൽ എല്ലാം നമ്മൾ സ്വാഭാവികമായി കാണുന്ന കാര്യങ്ങൾ തന്നെ. കേരളത്തിന് എന്തായാലും എല്ലാം ഒരു ദിനം തന്നെ ചെയ്യണം, നല്ല തന്നെ. തമിഴ്നാട് 19-ാം തീയതി, നമ്മൾ 26-ഉം. ഞാൻ വിചാരിച്ചു നമ്മളുടെ കുറച്ചും കൂടി ചെറിയ സംസ്ഥാനം നമ്മളായിരിക്കും ആദ്യം. പക്ഷെ അല്ല, എന്തായാലും ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല. അവിടെ ഇവിടെ 10 ദിവസം ഒരാഴ്ച അത്രയൊക്കെ വ്യത്യാസങ്ങളെ കാണുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കില്ല പ്രത്യേകിച്ച് ഗുണം ചെയ്യും. പുതിയ ആൾക്കാർക്ക് എന്തായാലും ഒരാഴ്ച 10 ദിവസം എക്സ്ട്രാ കിട്ടിയ പോലെ തോന്നുന്നു എനിക്ക്. അത് ഇരിക്കട്ടെ. അത് അവർക്ക് പനിയനും ഒരു വിധത്തിൽ പുതിയ ആളല്ല. അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ പരിചയമുണ്ട്. പക്ഷേ നമ്മുടെ BJP സ്ഥാനാർത്ഥിക്ക് ആ 10 ദിവസം ഗുണം ചെയ്യുമായിരിക്കും. ജനങ്ങളുടെ ഒപ്പം പരിചയപ്പെടാൻ കുറച്ചും കൂടി നേരം കിട്ടി. പക്ഷെ അവസാനത്തിൽ പരിചയപ്പെടുമ്പോൾ അത് 2 ഭാഗത്ത് നോക്കാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഓരോരോ നിലപാട് മനസ്സിലാക്കാനും ജനങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടി. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ജനാധിപത്യത്തിൽ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവണം. അവർ തീരുമാനമാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയം എടുക്കട്ടെ. അവർക്ക് ആ തീരുമാനം അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവസാനത്ത് വോട്ട് ചെയ്യാൻ. റൈറ്റ്. എന്തായാലും നിങ്ങളൊക്കെ കാണുമല്ലോ. നന്നായിരിക്കും. നമ്മൾ ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ അടുത്ത 40 ദിവസം നമ്മൾ ഇവിടെയൊക്കെ കാണാം. വന്നതിനും നിങ്ങളെല്ലാവരും എൻ്റെ പ്രസ് കോൺഫറൻസ് രാവിലെ കേട്ടു എന്ന് വിചാരിക്കുന്നു. അതാണ് എൻ്റെ നിലപാട്. അങ്ങനെ ഞാൻ നിൽക്കുന്നു, ഇറങ്ങുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. ഇപ്പോൾ ശശി തരൂർ ആണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഈ തീയതിയെ എന്തായാലും സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി പന്തിന് തിരുവനന്തപുരം അത്ര പരിചയമില്ലാത്ത ഒന്നല്ല. പക്ഷേ BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെയൊക്കെ പരിചയപ്പെടാൻ 10 ദിവസം കൂടി അധികം ലഭിക്കും എന്നാണ് ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ ഒരു പരിഹാസം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ കേരളം വിധിയെഴുതുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്.